ദൈവത്തിന് മഹത്വം. എല്ലാവർക്കും സ്നേഹവന്ദനം. എന്നാൽ ഞാൻ അതിന് ചുറ്റും തീ മതിലായിരിക്കും, അതിന് നടുവിൽ ഞാൻ മഹത്വമായിരിക്കും. യെരുശലേമിനുള്ള ബന്ധത്തിലാണ് സക്കറിയാവ് പ്രവാചകൻ ഈ വചനഭാഗം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് മതിലുകൾ കെട്ടിയിരുന്നു. എങ്ങനെയാണ് മതിലുകൾ കെട്ടിയിരുന്നത്? നല്ല കട്ടിയുള്ള കപ്പത്തണ്ടുകൾ ഉപയോഗിച്ച് വീടിന് ചുറ്റും മതിൽ കെട്ടിയിരുന്നു. അതിനുശേഷം മനുഷ്യന്റെ ടെക്നോളജി വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ ഇഷ്ടിക കൊണ്ട് മതിൽ കെട്ടി. വീണ്ടും ടെക്നോളജി വർദ്ധിച്ചു. സിമെന്റ് ഉപയോഗിച്ചും മെറ്റൽ ഉപയോഗിച്ചും കമ്പി ഉപയോഗിച്ചും മനുഷ്യൻ പടുകൂറ്റൻ മതിലുകൾ കെട്ടിപ്പൊക്കി. കുറച്ചുകൂടെ നമ്മൾ പുറകിലോട്ട് ചിന്തിച്ചാൽ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങൾ വലിയ വലിയ പാറക്കെട്ടുകൾ കൊണ്ടുള്ള മതിലുകൾ ഉണ്ടാക്കി. മനുഷ്യന്റെ കഴിവുകൾ അനുസരിച്ച്, മനുഷ്യന്റെ ബുദ്ധികൾ അനുസരിച്ച്, അഥവാ ഒന്നുകൂടെ പറഞ്ഞാൽ മനുഷ്യന്റെ കണ്ടുപിടുത്തം അനുസരിച്ച് മനുഷ്യൻ ചുറ്റും മതിൽ കെട്ടാൻ തുടങ്ങി. എന്നാൽ ശ്രദ്ധിക്കൂ, ഞാൻ സത്യം പറയട്ടെ, ആ മതിലുകളൊക്കെ നിമിഷ നേരം കൊണ്ട് തവിട് പൊടിയാക്കാൻ ഇന്ന് മനുഷ്യൻ അതിന് തക്കതായ ആയുധങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ സക്കറിയാവ് പ്രവാചകൻ ആത്മദർശനത്താൽ പ്രവചിച്ചു പറയുകയാണ്, ഞാൻ അതിന് ചുറ്റും തീ മതിലായിരിക്കും. അതെ, സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ഒരു മതിൽ കെട്ടിയാൽ അത് തീ കൊണ്ടുള്ള മതിലായിരിക്കും. തീ മതിലിനെ തകർത്ത് കളയാൻ ആർക്കും കഴിയത്തില്ല. ഇന്ന് എൻ്റെ ഈ മെസ്സേജ് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നിന്നെ വേലി കെട്ടി സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു സർവശക്തനായ കർത്താവ് നിനക്കുണ്ട്. വിശ്വസിക്കാൻ കഴിയുമോ? ആരും നിന്നെ സൂക്ഷിക്കാനില്ലെങ്കിലും, ആരും നിന്നെ സംരക്ഷിക്കാനില്ലെങ്കിലും, നിന്നെ സൂക്ഷിക്കാനും സംരക്ഷിക്കാനും കഴിയുന്ന ഒരു ദൈവമുണ്ട്. അതെ, അവനാണ് നസറനായ യേശു കർത്താവ്. യേശു നിനക്ക് ചുറ്റും തീ മതിൽ കെട്ടി നിന്നെ പരിപാലിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കും. വിശ്വസിക്കുക, ദൈവ മഹത്വം നീ കാണും.